വളർന്നു ചേർന്ന് പിടിച്ചിരിക്കുന്ന മഹത്തായ സംഘടനയാണ്. ആ സംഘടനയെ ചേർത്ത് കളിക്കാൻ ആരും തന്നെ തുനിയൻ. ഈ സംഘടനയുടെ ഉള്ളിൽ വല്ല ചാരവൃത്തിയും ആരെങ്കിലും നടത്തുന്നുവെങ്കിൽ ആചാരന്മാരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. അതിന് ഡൽഹി പോലീസിന്റെ സഹായം ആവശ്യമില്ല. ഞങ്ങളല്ല അറസ്റ്റ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബഹുമാനപ്പെട്ട മഹാന്മാരായ ഔലിയാക്കളും ആരിഫീകളും അവർ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് ഞങ്ങൾ ആ പറഞ്ഞ വാക്ക്. ഇത് റബ്ബുൽ ഇസ്സത്തിന്റെ മഹത്തായ മഹാന്മാരായ ഔലിയാക്കൾ ആരിഫീകളുടെ പാർട്ടിയാണ്. രാഷ്ട്രീയക്കാരെ ഞങ്ങളെ പേടിപ്പിക്കണ്ട, ആരും തന്നെ പേടിപ്പിക്കണ്ട. ഞങ്ങൾ അത് പേടിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ നിങ്ങൾ പേടിക്കാൻ ഒഴുകിയിട്ടില്ല. ഞങ്ങൾ ഒരാൾ പേടിക്കേണ്ട കാര്യമില്ല. സമസ്തയെ തകർക്കാൻ ഹീനമായ ശ്രമങ്ങൾ നടത്തിയവർക്കെതിരെ കാലം മറുപടി നൽകിയിട്ടുണ്ട്. ആരെല്ലാം സമസ്തയെ തകർക്കാൻ ഏതെല്ലാം കാലഘട്ടങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം തന്നെ കാലം മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന് ആ ചരിത്ര താളുകൾ മറിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ധിക്കരിച്ചവരെയും വിഘടന ചിന്തകൾ പ്രചരിപ്പിച്ചവരെയും സമസ്ത വേണ്ടിയിടത്ത് ഇരുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ അവരെല്ലാം തന്നെ വേണ്ടിടത്ത് ഇരുത്തുവാൻ സാധിക്കുന്ന ഒരു മഹത്തായ സംഘടനയാണ് ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് വീണ്ടും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളീയ മുസ്ലിംകളെ അന്ത്യനാൾ വരെ മുന്നോട്ട് നയിക്കുവാൻ സമസ്തക്ക് കഴിയട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കാലവസാനമാണ് വരുന്നത്. പല ജാതി ഫിത്നകളും പുറപ്പെട്ടുകൊണ്ടിരിക്കും. അതിൻ്റെ വയ്യാലെന്നും മനുഷ്യന്മാർ ഓടിക്കൂടരുത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്താണോ തീരുമാനമെടുക്കുന്നത്, അവർ എന്താ പറയുന്നത് എന്നുള്ളത് ഒന്ന് ആലോചിക്കുന്നത് നന്നു. അത് ആലോചിച്ചിട്ട് അവർ പറയുന്നതായ പറച്ചിലിനനുസരിച്ച് പ്രവർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തോന്നും. ബഹുമാനപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും സമസ്തന്റെ പിന്നിൽ അണിനിരക്കുന്നത് മഹത്തായ സംഘടനയാണ്. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വകൂനൂ മഅൽ സാദിഖീൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തഖ്വ ചെയ്യണം. നിങ്ങൾ സാദിഖീങ്ങളോട് കൂടെയാണ്. സമസ്തന്റെ ആലിമീങ്ങൾ മുഴുവനും പൊള്ളന്മാരോ കള്ളന്മാരോ വഞ്ചകന്മാരോ ആരും തന്നെ ഇല്ല. എതിരെ സമസ്തയിൽ എല്ലാവരും പരിശുദ്ധവാന്മാരാണ്. ഒരു സമസ്തന്റെ മുഷാവറ മെമ്പർമാരിൽപ്പെട്ട ഒരാളെ പറ്റി നിങ്ങൾക്കൊരു ഒരു കുറ്റം പറയാൻ ഒരാൾക്കും കഴിയില്ല. അങ്ങനത്തെ നല്ല നല്ല മഹാന്മാരാണ് സമസ്തന്റെ ആലിമീങ്ങൾ. അവർ സാദിഖീങ്ങളാണ്. അള്ളെന്താ പറയും, നിങ്ങൾ അള്ളാഹുവിലേക്ക് തഖ്വ ചെയ്യുകയും സാദിഖീങ്ങളോട് കൂടെയും ആവണം. അപ്പം നല്ലവരോടുള്ള സ്നേഹബന്ധം ഉണ്ടാകണം. നല്ലവരായിരിക്കുന്ന ആൾക്കാരെ പിൻപറ്റുക. അവരുടെ ആശയത്തിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും തയ്യാറായാൽ ദുനിയാവിലും ആഖിറത്തും രക്ഷയുണ്ടാകുമെന്ന് എന്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ ഞാൻ അറിയിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈമാൻ സലാമത്താവണം, നല്ലവരാവണമെന്ന് പൂതിയുണ്ടെങ്കിൽ എല്ലാവരും സമസ്തന്റെ പിന്നിൽ അണിനിരക്കുകയും സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസാചാരങ്ങൾ ജനങ്ങളിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ സഹായിക്കുകയും ചെയ്യണമെന്ന് എന്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ചില ആളുകൾ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, സമസ്ത ഡബ്ബർ പന്തിൻ്റെ മാതിരിയാണ്, അടിച്ചാൽ പൊന്തും ഉണ്ടാങ്ങനെ ഇങ്ങനെ നിൽക്കും ചെയ്യും. അതിനെ അടിച്ചിട്ടുണ്ടെങ്കിൽ പൊന്തലാണത് എന്ന് ഡബ്ബർ പന്തിൻ്റെ മാതിരിയാണ് അതെന്ന് പറഞ്ഞവരുണ്ട്. ചില ആളുകൾ പറഞ്ഞത് സമസ്തനെ തോണ്ടിയാൽ സമസ്തനെ കുത്തിയ കൊമ്പ് കൂട്ടും. ഒരു നിലക്കും സുന്നത്ത് ജമാഅത്തിന്റെ എതിരുള്ള പാർട്ടിയിൽ പങ്കെടുത്തു പോകരുത്, സൂഉൽ ഖാത്തിമത്ത് വന്നു കളയും എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തിയത്. നിങ്ങളെ അമൽ സംരക്ഷിക്കുക എന്നതാണ് സമസ്തന്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ സമസ്തക്ക് വളരെ ശക്തിയായിട്ട് നിങ്ങളതിന്റെ പിന്നിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കണ മാതിരി ഇനിയും കാലം മുന്നോട്ട് നീങ്ങും തോറും സുന്നത്ത് ജമാഅത്തിന്റെ ശക്തി കുറഞ്ഞു വരും എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ആ കാലത്തിലൊക്കെ കൂടുതൽ ശക്തിയായി പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ ശക്തിപ്പെടുത്തണം. ആഖിർ സമാൻ അത് സുന്നത്ത് ജമാഅത്തിന് വളക്കൂറുള്ള മണ്ണല്ല, സുന്നത്ത് ജമാഅത്തിന് വലിയ ഒത്താശ കിട്ടുന്ന സമയമല്ല അത്. ഈ വിശ്വാസത്തിന് ഇവിടെ സ്ഥാപിക്കപ്പെടണം. ഇതാണ് വിശുദ്ധമാവുന്ന ദീൻ. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കും അതിന്റെ പോഷക സംഘടനകൾക്കൊക്കെ പ്രവർത്തിക്കുക.
അത് വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുക, അത് വിശുദ്ധ ദീനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക, നല്ല നീയത്തോടു കൂടി പ്രവർത്തിക്കുക. അതിനെതിരിൽ എപ്പോഴും ഫിത്തനകളൊക്കെ അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെയല്ലേ ലോകത്തിൻ്റെ സ്വഭാവം? അങ്ങനെയല്ലേ? അത് ഫിത്തന പല ജാതി ഫിത്തനത്തൊക്കെ മൗജിൽ ബഹർ എന്ന് പറഞ്ഞില്ലേ, സമുദ്ര തിരമാലകളെ അലടിച്ച് ആർത്തിരപ്പി വരുന്നത് പോലെ ഒന്നിന് പുറകെ ഒന്നായിക്കൊണ്ട് ഫിത്തനകൾ ഉണ്ടായിത്തീരും. ഫിത്തനത്തുൽ അഹ്ലാസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി. ഒരു കാലത്തും വിട്ടുപിരിയാത്തതായ ഫിത്തനകൾ ഇതൊക്കെ ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് നമുക്കുള്ള ഊർജ്ജം നഷ്ടപ്പെടാൻ പാടില്ല, നമ്മൾ ആവേശം നഷ്ടപ്പെടാൻ പാടില്ല. ശക്തമായ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം, അതിൻ്റെ പോഷക സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതിനെതിരിൽ വരുന്നതായ എന്ത് വിമർശനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ത്വരപ്പ പണികളൊക്കെ ഉണ്ടെങ്കിൽ അത് അറിയിക്കുന്നതായ അവജ്ഞയോടുകൂടി നമ്മൾ തള്ളിക്കളയണം.